Hello everyone, welcome to Tattvam. Tattvam in Sanskrit means principle, reality or truth. We at Tattvam are interested in the pursuit of ancient language studies, esoteric art, culture and knowledge. In today's lecture, we bring to you the audio version of the book by Sri Unnikrishnan Ochira. The book is titled Agashathu Rashchakram Varachadaru. It is recited and rendered by Srimati Surya Sethanathan. അധ്യായം 2. ആകാശത്തിലെ രാശികളും സൂര്യമാസങ്ങളും. ഭാരതത്തിൽ ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും കാലഗണനയുടെയും ഒക്കെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് ആകാശത്ത് മേടം രാശിയുടെ തുടക്കമാണ്. ഇത് വസന്ത വിഷുവം എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രതിഭാസം എന്താണെന്ന് താഴെ വിശദീകരിക്കുന്നു. ഭൂമിക്ക് ദിനചലനവും വാർഷിക ചലനവും ഉണ്ടെന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങുന്നതിനെയാണ് ദിനചലനം എന്ന് പറയുന്നത്. ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നത് ഈ ചലനം മൂലമാണ്. ഇതുകൂടാതെ 365.25 ദിവസങ്ങൾ കൊണ്ട് ഭൂമി സൂര്യനെ ഒരു പ്രദക്ഷിണം വയ്ക്കുന്നു. ഈ ചലനത്തെ വാർഷിക ചലനമെന്നാണ് പറയുന്നത്. സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്ന ദിശയിൽ നിന്നും ദിനചലനത്തിന് ആസ്പദമായ ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ചെരിവാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്കും സൂര്യൻ്റെ അയന ചലനത്തിനും കാരണമായിരിക്കുന്നത്. ഓരോ ദിവസവും സൂര്യോദയം ശ്രദ്ധിച്ചാൽ 6 മാസക്കാലത്തോളം സൂര്യൻ ചക്രവാളത്തിൽ തെക്കോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും. തെക്ക് ഒരു പരമാവധി ബിന്ദുവിൽ ദക്ഷിണ അയനാന്ത ബിന്ദു എത്തിയതിന് ശേഷം തിരികെ വടക്കോട്ട് സഞ്ചരിച്ചു തുടങ്ങുന്നു. വടക്ക് ഒരു പരമാവധി ബിന്ദുവിൽ ഉത്തര അയനാന്ത ബിന്ദു എത്തിയതിനു ശേഷം തിരികെ തെക്കോട്ട് തന്നെ യാത്ര തുടങ്ങുന്നു. ഇതിനെ സൂര്യൻ്റെ അയന ചലനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വടക്കോട്ടുള്ള സഞ്ചാരത്തെ ഉത്തരായനം അഥവാ ദേവയാനം എന്നും തെക്കോട്ടുള്ള സഞ്ചാരത്തെ ദക്ഷിണായനം അഥവാ അസുരയാനം എന്നും വിളിക്കുന്നു. സൂര്യൻ ദക്ഷിണ അയനാന്ത ബിന്ദുവിലായിരിക്കുമ്പോൾ ഡിസംബർ 22 ഉത്തരാർദ്ധഗോളത്തിൽ പകൽ ഏറ്റവും കുറവും രാത്രി കൂടുതലുമായിരിക്കും. സൂര്യൻ ഉത്തര അയനാന്ത ബിന്ദുവിലായിരിക്കുമ്പോൾ ജൂൺ 21 മറിച്ചും സംഭവിക്കുന്നു. ഉത്തരായന കാലത്തും ദക്ഷിണായന കാലത്തും സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന ദിവസങ്ങളെ മാർച്ച് 21, സെപ്റ്റംബർ 22 യഥാക്രമം വസന്ത വിഷുവം എന്നും ശരത് വിഷുവം എന്നുമാണ് വിളിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പകലും രാത്രിയും തുല്യമായിരിക്കും. അതിപുരാതന കാലം മുതൽ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളും അവയെ പിന്നിലാക്കിക്കൊണ്ട് നിരന്തരം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും സൂര്യചന്ദ്രന്മാരുമൊക്കെ കാലഗണനയ്ക്ക് ഉപകരിക്കുമെന്ന് ഭാരതീയർ മനസ്സിലാക്കിയിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ സൂര്യനെക്കൊണ്ട് ദിവസവും ചന്ദ്രനെക്കൊണ്ട് മാസവും അളർന്ന അവർക്ക് വലിയ കാലയളവുകൾ നിർണ്ണയിക്കാൻ മാർഗമില്ലായിരുന്നു. അതിനാലാണ് പിന്നീട് സൂര്യൻ്റെ അയന ചലനങ്ങളെ അടിസ്ഥാനമാക്കി വർഷവും വ്യാഴത്തിൻ്റെ ഭ്രമണം നിരീക്ഷിച്ച വ്യാഴവട്ടവും മറ്റും ഉണ്ടായത്. സൂര്യൻ്റെ ഒരു അയനചക്രം പൂർത്തിയാകുമ്പോഴാണ് ഭൂമിയിൽ കാലാവസ്ഥ വീണ്ടും ആവർത്തിക്കുന്നതെന്ന് പ്രാചീന ഭാരതീയർ മനസ്സിലാക്കുകയും ഇതിനെ ഒരു വർഷമായി ആചരിക്കുകയും ചെയ്തു. വർഷം ഒരു കാലയളവാകയാൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന കാര്യം അവർ ചിന്തിച്ചിരിക്കാം. സൂര്യൻ്റെ അയന സഞ്ചാരത്തിനിടയ്ക്ക് അത് 4 പ്രധാന സ്ഥാനങ്ങളിൽ എത്തുന്നതായി നാം കണ്ടു. അയനാന്ത ബിന്ദുക്കളിലോ വിഷവ ബിന്ദുക്കളിലോ സൂര്യൻ എത്തുന്ന സമയത്ത് വർഷം ആരംഭിച്ചാൽ അതിനൊരു കണക്കുണ്ടാകും. വാർഷിക ചക്രത്തിൻ്റെ ആവർത്തനം കണക്കാക്കാൻ ഒരു അടിസ്ഥാനമുണ്ടാകും. ദക്ഷിണ അയനാന്ത ബിന്ദു അടിസ്ഥാനമായെടുത്ത് പ്രവർത്തിക്കുന്ന കലണ്ടറുകളും ഉത്തര അയനാന്ത ബിന്ദു അടിസ്ഥാനമായെടുത്ത് പ്രവർത്തിക്കുന്ന കലണ്ടറുകളും ഉണ്ട്. മഹാന്മാരുടെ ജന്മദിനങ്ങളും മരണദിനങ്ങളും അടിസ്ഥാനമായെടുത്ത് പ്രവർത്തിക്കുന്ന കലണ്ടറുകളും ഉണ്ട്. പ്രാചീന ഭാരതീയർ വസന്ത വിഷുവസ്ഥാനമാണ് കാലഗണനയ്ക്ക് അടിസ്ഥാനമായി എടുത്തത്. എല്ലാത്തിൻ്റെയും തുടക്കമാണല്ലോ വസന്തം. പ്രകൃതി പൂത്ത് പരിലസിച്ച് നിൽക്കുന്ന സമയമാണത്. പുതുതലമുറയുടെ സൃഷ്ടിക്കായി മരങ്ങൾ കായ്കനികളാൽ നിറയുന്ന സമയം കൂടിയാണത്. ആഹാര സമൃദ്ധിയാൽ പക്ഷികളും ശലഭങ്ങളും സന്തോഷത്താൽ പാറിപ്പറന്ന് നടക്കുന്ന കാലവുമാണത്. പ്രകൃതിയിൽ എവിടെയും ഒരു പുതുമ ദർശിക്കാനും സാധിക്കുന്നു. വർഷാരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമായി വസന്ത വിഷവത്തെ തന്നെ ഭാരതീയർ സ്വീകരിച്ചു. മാത്രമല്ല പകലും രാത്രിയും തുല്യമായ ദിവസം കൂടി ആയതിനാൽ മറ്റ് ഗണനങ്ങൾക്കും സൗകര്യപ്രദമാണ്. മുഖം വാ ഏതൽ ഋതൂനാം യദ്വസന്ത എന്ന ഒരു പ്രമാണം കൂടിയുണ്ട്.
അതായത് വസന്തം തന്നെയാണ് എല്ലാ ഋതുക്കളുടെയും മുഖം എന്നതാണ്. ഭാരതത്തിൽ വർഷാരംഭം വസന്ത ഋതുവിലായിരിക്കും വരിക. ഒരു വസന്ത വിഷുവം മുതൽ അടുത്ത വസന്ത വിഷുവം വരെയുള്ള കാലയളവിൽ ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിരിക്കും. ഭൂമിയെ നിശ്ചലമായി സങ്കല്പിച്ചാൽ സൂര്യൻ ആകാശ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് സഞ്ചരിച്ച് അതേ സ്ഥാനത്ത് തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ വസന്ത വിഷുവസ്ഥാനം ആകാശത്തിലെ ഒരു പ്രധാന അടിസ്ഥാന ബിന്ദുവായി വരുന്നു. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി ആകാശമധ്യത്തുകൂടി ഒരു രേഖ സങ്കല്പിച്ചാൽ വസന്ത വിഷുവത്തിൽ നാൾ സൂര്യൻ തൻ്റെ ഉത്തരായനത്തിൽ ആ രേഖയെ സ്പർശിക്കുന്ന ബിന്ദുവാണ് മേൽപ്പറഞ്ഞ വസന്ത വിഷുവസ്ഥാനം. ഇതിനെ മേടബിന്ദുവെന്നും വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ മേഷാദി, അശ്വിന്യാദി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ആകാശത്തിലെ എല്ലാ അളവുകളും ആരംഭിക്കുന്നതും ആ ബിന്ദുവിൽ നിന്ന് തന്നെയാണ്. ആകാശത്ത് ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെയോ ഗ്രഹത്തിൻ്റെയോ സ്ഥാനം സൂചിപ്പിക്കേണ്ടതായി വരുമ്പോൾ മേൽബിന്ദുവിൽ നിന്നും കിഴക്കോട്ടുള്ള ഡിഗ്രി ദൂരവും ധ്രുവ നക്ഷത്രത്തിൽ നിന്നുള്ള ദൂരവും ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മേഷാദി ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. വിഷുവ ബിന്ദു തുടങ്ങി കിഴക്കോട്ട് ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തെ 30 ഡിഗ്രി വീതമുള്ള 12 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഈ ഓരോ ഭാഗത്തിനെയും ഒരു രാശി എന്നാണ് വിളിക്കുന്നത്. ഓരോ രാശിയിലും ഉൾപ്പെടുന്ന ഏതാനും പ്രധാന നക്ഷത്രങ്ങൾ ചേർന്ന് സൃഷ്ടിക്കുന്ന സാങ്കല്പിക രൂപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാശികൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ആദ്യ രാശിയിലെ ഏതാനും നക്ഷത്രങ്ങൾ ചേർന്ന് ആടിൻ്റെ സാങ്കല്പിക രൂപം സൃഷ്ടിക്കുകയാൽ ആ രാശിക്ക് മേഷം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. അടുത്ത രാശിക്ക് കാളയുടെ രൂപം ആരോപിച്ചിരിക്കുകയാൽ ഋഷഭം എന്ന പേര് വന്നു. പട്ടിക ശ്രദ്ധിക്കുക. യഥാക്രമം രാശിയുടെ സംസ്കൃത നാമം, പാശ്ചാത്യർ ഉപയോഗിക്കുന്ന പേര്, മലയാള നാമം, നക്ഷത്രങ്ങൾ ചേർന്ന് സൃഷ്ടിക്കുന്ന രൂപം. മേഷം ഏരീസ്, മേടം ആട്. 2 വൃഷഭം ടോറസ്, ഇടവം കാള. 3 മിഥുനം ജെമിനി, മിഥുനം അശ്വിനി ദേവന്മാർ. 4 കർക്കിടകം ക്യാൻസർ, കർക്കിടകം ഞണ്ട്. 5 സിംഹം ലിയോ, ചിങ്ങം സിംഹം. 6 കന്യ വിർഗോ, കന്നി കന്യക. 7 തുലാം ലിബ്ര, തുലാം തുലാസ്. 8 വൃശ്ചികം സ്കോർപിയോ, വൃശ്ചികം തേർഡ്. 9 ധനുസ് സാഗിറ്റേറിയസ്, ധനു വില്ല്. 10 മകരം കാപ്രിക്കോൺ, മകരം കോലാട്. 11 കുംഭം അക്വേറിയസ്, കുംഭം കുടം. 12 മീനം പീസിസ്, മീനം 2 മീനുകൾ. ഓരോ രാശിക്കും ആകാശത്ത് ഒരു നിശ്ചിത വലിപ്പം സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. ആകാശത്ത് സൂര്യൻ്റെ സഞ്ചാരപാതയ്ക്ക് അപ്പുറവും ഇപ്പുറവും 9 ഡിഗ്രി വീതം ആകെ 18 ഡിഗ്രി വീതിയിൽ ഭൂമിയെ ചുറ്റിയുള്ള ആകാശഭാഗം മാത്രമേ രാശികളെ പ്രതിപാദിക്കുന്നതിനായി സ്വീകരിച്ചിട്ടുള്ളൂ. ആകയാൽ ഒരു രാശിക്ക് തെക്കുവടക്ക് 18 ഡിഗ്രി വീതിയും കിഴക്കോട്ട് 30 ഡിഗ്രി നീളവുമുണ്ടെന്ന് സങ്കല്പിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള 12 രാശികളും കൂടി ചേരുന്നതിനെയാണ് രാശിചക്രം എന്ന് പൊതുവെ പറയുന്നത്. രാശിചക്രത്തിലെ ആദ്യ രാശി മേഷവും അവസാന രാശി മീനവുമാണ്. ഈ രാശികളെ വേർതിരിക്കുന്ന ബിന്ദുവാണ് യഥാർത്ഥത്തിൽ മേഷാദി അല്ലെങ്കിൽ വിഷുവ ബിന്ദു. രാശിചക്രത്തിലെ ഓരോ രാശിയിൽ കൂടിയും സൂര്യൻ കടന്നുപോകാനെടുക്കുന്ന സമയത്തെയാണ് ഒരു സൂര്യമാസം എന്ന് പറയുന്നത്. ഇതനുസരിച്ച് വസന്ത വിഷുവത്തിൻ നാളിൽ സൂര്യൻ വിഷുവ ബിന്ദുവിൽ എത്തിച്ചേരുന്നു. വിഷുവ ബിന്ദുവിൽ എത്തിയാൽ ഉടൻ തന്നെ സൂര്യന്റെ മേഷസംക്രമണം ഉണ്ടായി എന്ന് നാം പറയും. അതായത് സൂര്യൻ മേഷം രാശിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. തുടർന്ന് ആകാശത്ത് മേഷം രാശിയിലൂടെ കിഴക്കോട്ട് സൂര്യൻ സഞ്ചരിച്ചു തുടങ്ങുന്നു. ഭൂമി 365 ദിവസം കൊണ്ട് ഒരു ഭ്രമണം സൂര്യന് ചുറ്റും നടത്തുന്നതിനാൽ ഒരു ദിവസം സൂര്യൻ ഏകദേശം 1 ഡിഗ്രി എന്ന തോതിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഉദ്ദേശം 30 ദിവസങ്ങൾ കൊണ്ട് സൂര്യൻ ആദ്യ രാശി പിന്നിടും. ഈ കാലയളവിനെ പ്രാചീന ഭാരതീയർ മാധവമാസം എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യൻ ദേശീയ ശകവർഷ കലണ്ടർ പ്രകാരം ചൈത്രമാസം എന്നും വിളിക്കുന്നു. സൂര്യൻ ഓരോ രാശിയിൽ കൂടിയും കടന്നു പോകുന്നതനുസരിച്ച് ഉണ്ടാകുന്ന മാസങ്ങളും ഇംഗ്ലീഷ് തീയതികൾ പ്രകാരമുള്ള കാലയളവും താഴെ കൊടുക്കുന്നു. യഥാക്രമം രാശി, വേദിക് സൂര്യമാസം,
ദേശീയ ശകവർഷ കലണ്ടർ അനുസരിച്ചുള്ള സൂര്യമാസം. കാലയളവ് ഇംഗ്ലീഷ് തീയതി പ്രകാരം: 1 മേഷം, മാധവം, ചൈത്രം, മാർച്ച് 21 മുതൽ ഏപ്രിൽ 20 വരെ. 2 ഋഷഭം, ശുക്ര, വൈശാഖം, ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ. 3 മിഥുനം, ശുചി, ജ്യേഷ്ഠം, മെയ് 22 മുതൽ ജൂൺ 20 വരെ. 4 കർക്കിടകം, നഭം, ആഷാഢം, ജൂൺ 21 മുതൽ ജൂലൈ 22 വരെ. 5 സിംഹം, നഭസ്യം, ശ്രാവണം, ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 22 വരെ. 7 കന്യ, ഇഷം, ഭാദ്രപദം, ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 22 വരെ. തുലാം, ഊർജം, അശ്വിനം, സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 22 വരെ. വൃശ്ചികം, സഹസ്, കാർത്തികം, ഒക്ടോബർ 23 മുതൽ നവംബർ 21 വരെ. ധനുസ്, സഹസ്യം, ആഗ്രഹായണം, നവംബർ 22 മുതൽ ഡിസംബർ 21 വരെ. മകരം, തപസ്, പൗഷം, ഡിസംബർ 22 മുതൽ ജനുവരി 20 വരെ. കുംഭം, തപസ്യം, മാഘം, ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെ. മീനം, മധു, ഫാൽഗുണം, ഫെബ്രുവരി 20 മുതൽ മാർച്ച് 20 വരെ. മേൽപ്പറഞ്ഞവയാണ് പുരാതന ഇന്ത്യൻ രാശികളും സൂര്യമാസങ്ങളും. ഇവയെ സായന രാശികളെന്നും വിളിക്കാവുന്നതാണ്.